Hey guys, welcome back to TTM Voice. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് പരീക്ഷണം. അതായത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും വെച്ച് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ പറപ്പിക്കാൻ പോവാണ്. എത്രത്തോളം പറക്കുമെന്ന് അറിയാൻ വയ്യ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റോക്കറ്റിൻ്റെ മെയിൻ ബേസ് സാധനം. ഇത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് കളറൊക്കെ അടിച്ചെടുത്താണ്. ഒരു വാട്ടർ ബോട്ട് ചെറിയൊരു നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഒരു കുപ്പി തന്നെ പറയാം. ഇത് നമ്മൾ റബ്ബർ ഇട്ട് ഒരു റോക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. റോക്കറ്റിൻ്റെ ലുക്ക് ഏകദേശം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ തേണ്ട താഴെ ഒരു ബേസ്മെൻറ്റ് ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് പറപ്പിക്കാൻ പോകുന്നത്, പറക്കാൻ പോകുന്നത്. ഇതിങ്ങനെ നേരെ പൊങ്ങിപ്പോവും. പിന്നെ നമ്മുടെ മെയിൻ സാധനം ബേക്കിംഗ് സോഡ ആൻഡ് വിനാഗിരി. ഓക്കെ, അപ്പോൾ നമുക്കിത് നേരെ ഫില്ല് ചെയ്യാം. ആദ്യം ഫില്ല് ചെയ്യേണ്ടത് വിനാഗിരിയാണ്. ആർക്കും അബദ്ധം പറ്റി ആദ്യം തന്നെ ബേക്കിംഗ് സോഡ ഒന്ന് ഫില്ല് ചെയ്യില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ വരും. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിക്കൊക്കെ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അപകടം പിടിക്കുന്ന പൊട്ടിത്തെറിയൊന്നുമല്ല. പിന്നെ ആരിത് വീട്ടിൽ ട്രൈ ചെയ്യല്, കൊച്ചുപിള്ളേരും ട്രൈ ചെയ്യല്. അപകടം പിടിക്കുന്ന പൊട്ടിത്തെറിയല്ല, ജസ്റ്റ് പതഞ്ഞ് നല്ല ഫോഴ്സ് ഉണ്ടാകും ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ആ ഫോഴ്സ് കൊണ്ടാണ് ഇത് പൊങ്ങുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരെ ഇത് ഫില്ല് ചെയ്യാൻ പോകണം. ജസ്റ്റ് ഇത് അതിന് അടപ്പ് തുറക്കുക. സാനിറ്റൈസറിൻ്റെ കുപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കുപ്പിയാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാനിറ്റൈസറിൻ്റെ കുപ്പിയാണ്. ഓക്കെ, നമ്മുടെ വിനാഗിരി ഫുള്ളില്ല. കാരണം നമ്മൾ വീട്ടിൽ ക്വാറൻറ്റൈൻ ഒക്കെ ആയിട്ട് തന്നെ കടയിൽ പോയി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കുറച്ച് വിനാഗിരി ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വിപുലമായിട്ട് ഹൈടെക് ആയിട്ട് ചെയ്യാമായിരുന്നു. അപ്പം കുറച്ച് വിനാഗിരി വെച്ച് നമുക്കിത് സക്സസ് ആകുമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യുകയാണ്. ഇതിനകത്ത് മാക്സിമം ഫുള്ള് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിറഞ്ഞോ ഇല്ലെന്ന് കാണാൻ വയ്യ. നിറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, ഇത് നിറഞ്ഞിട്ടുണ്ടേ. ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിറയേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ ഇച്ചിരി ഒന്ന് കളയട്ടെ. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ റിയാക്ഷൻ. ഇത് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക, എന്നിട്ട് നേരെ ഇതിലോട്ട് വെക്കുക. പൊങ്ങുന്ന പവർ കിട്ടുമെന്ന് അറിയാൻ വയ്യ. ക്ലൈമാക്സ് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വിനാഗിരി ഒഴിച്ചു. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെ പല സ്ഥലത്തും പല പേരൊക്കെ പറയും. ഇവിടെ നമ്മളവിടെ ബേക്കിംഗ് സോഡ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് അടച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കാൻ പോവാണ്. ദൈവം, പാടി ചേടാ. അതെ, പതഞ്ഞ് കയറിയേ. അപ്പോൾ നമ്മുടെ 2 തവണ ചെയ്തിട്ടും ചീറ്റിപ്പോയി. ആദ്യത്തെ തവണ ഞാൻ ചെയ്ത് ചീറ്റിപ്പോയി, ഞങ്ങൾ 2 ഒരുമിച്ച് ചെയ്ത് ചീറ്റിപ്പോയി. ഇത് ചീറ്റുമല്ലെന്ന് അറിയാൻ പോയാൽ എന്തായാലും നമ്മൾ ഇത്രയും സാധനമേ ഉള്ളൂ. എന്തായാലും റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. റിയാക്ഷൻ നമ്മുടെ സംഭവം സക്സസ് ആണ്. പക്ഷേ ഇത് പൊങ്ങുന്ന കാര്യം നമ്മുടെ ലിമിറ്റഡ് ആണ് സാധനം. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ക്ലൈമാക്സ് ഇത് മൊത്തം ഒഴിച്ച് നോക്കാം. ക്ലൈമാക്സ് എക്സ്പെരിമെൻ്റ് ആണ്. എനിക്ക് ആദ്യം ചെയ്തപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റി, ഞാനത് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് റിയാക്ഷനൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒഴിക്കാൻ പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ഫുള്ള് ഫില്ല് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പം നിറയെ ഏകദേശം ഫില്ലായിട്ടുണ്ട് കാണാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് എക്സ്പെരിമെൻറ്റ് നമ്മളിത് മൊത്തം ഇടുകയാണ്. മൊത്തം ഇട്ട് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. പ്രഷർ വന്നു. പക്ഷേ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ഒരു 70% സക്സസ് എന്ന് പറയാം. ബാക്കി 30% ഫെയിലിയറാണ്. കാരണം ഇത് പൊങ്ങിയില്ല. റിയാക്ഷനൊക്കെ നടന്നത് നമ്മൾ പറഞ്ഞ പോലെ നല്ല പ്രഷർ താഴേന്ന് തോന്നുന്നു. പക്ഷേ ആ പ്രഷറിനെയും കൊണ്ട് പൊക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഇതിൻ്റെ ഫോഗിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എന്ന് വെച്ചാൽ നല്ല പ്രഷർ, നല്ല രീതിയിൽ പൊങ്ങി. നിങ്ങൾ കണ്ടാണ് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, അല്ല എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ ഇത് എഫക്റ്റ് ആയില്ല ഫ്രണ്ട്സ്. റിയാക്ഷൻ നടന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കും. ഇനി വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് ക്വാറൻറ്റൈൻ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ശരിക്കും നോക്കും. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചെറിയ വീഡിയോ ആയിട്ട് വല്ലതും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. സി വലിപ്പം കുറയും തോറും പ്രഷർ കൂടും. അപ്പം മുന്നോട്ട് കുതിക്കാനുള്ള ഫോഴ്സ് കൂടും. മനസ്സിലായില്ലേ? ശകലം ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഫോഴ്സ് താഴോട്ട് വരും. കുറച്ച് കഴിയും. നീ ശകലം ഇങ്ങോട്ട് ഒഴിച്ചു സാവകാശം
ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇതിന്റെ മേത്തോ തഴച്ചു ശരിക്കും തുറക്കണമായിരുന്നു. അപ്പൊ ഇനി അടുത്ത ലാസ്റ്റ് ഒന്ന് പേടിച്ച് കണ്ടപ്പഴി ഓടി കെമിക്കല കല്യാണമൊക്കെ പൊള്ളു ചെയ്ത് കഴിഞ്ഞാൽ